ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെ നമുക്ക് ആ ഒരു സാധനത്തോട് അടിമപ്പെട്ടു എന്ന് പറയാൻ കാരണം എങ്ങനെ നമ്മൾ അതിനോട് അടിമപ്പെടുന്നത്? നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അധിക സമയം ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് പഠിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഈ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടുന്നത്ര പ്രാധാന്യം കൊടുക്കേണ്ട സമയം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലെപ്പോഴും ഫോൺ കാണും, ഫോൺ എടുക്കൂ എന്ന ചിന്തകൾ ഒരുപാട് വരുന്നു. നമ്മളെപ്പോഴും അതിലെ കാര്യങ്ങൾക്ക് താല്പര്യം കാണുന്നു. ഒരുപാട് മണിക്കൂറുകൾ ശരീരം അനങ്ങാതെ ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് അടിമപ്പെട്ട് കഴിയുന്ന ഏത് സാധനത്തിനോടും അടിമത്തം ഉണ്ടാകുന്നത് എങ്ങനെയാ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ അളവിൽ കൂടുതൽ നമ്മൾ ആ സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് അതിനോട് അടിമപ്പെടും. ഒരു എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അടിമപ്പെടുന്ന വലിയൊരു സാധനമാണ് എന്ത്? ഫോണുണ്ട്, TV, ഫോണ്. ഭക്ഷണ കാര്യത്തിൽ ഏതാ? പഞ്ചസാര, മധുരം ഇഷ്ടമല്ലാതെ ആരെങ്കിലുണ്ടോ? അതായത് മധുരം കഴിക്കുന്നതിന് നമ്മൾ ലിമിറ്റ് വെക്കാറുണ്ടോ? അതിന് അടിമപ്പെടുന്നതും ഒരു തരത്തിൽ നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ എത്രമാത്രം മധുരത്തിന്റെ അളവ് കൂടി കഴിക്കാൻ തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് പിന്നെയും അളവ് കൂട്ടാനുള്ള ചിന്തകൾ കൂടിക്കൂടി വരും. അപ്പൊ നമ്മൾ ഏത് സാധനമായാലും നമുക്ക് അനുവദനീയമായ അളവിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് അതിനോടൊരു അടിമത്തം ഉണ്ടാവും. പക്ഷെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് അനുവദനീയമായ അളവ് ഇല്ല. ചെറിയ രീതിയിലുള്ള മദ്യ ഉപയോഗം, ചെറിയ രീതിയിലുള്ള പുകയില ഉപയോഗം, സിഗരറ്റ് ഉപയോഗം, ഇതൊക്കെ എന്ത് ചെയ്യും? ഭാവിയിൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതിൽ നമുക്ക് ചെറിയ അളവ് എന്ന് പറയുന്ന സാധനമല്ല, ലഹരി ഉപയോഗം എന്ന് പറയുന്ന സാധനം 100% ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ ഓരോരാളും ഞാനത് ഉപയോഗിക്കൂല എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറെ അളവ് മാറൂലേ? ഈ സിഗരറ്റ് പോലെയുള്ള സാധനങ്ങൾ ഒരാൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അപകടം ചെയ്യും. അതിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ലാതെ ഒരാൾക്ക് അതിന്റെ പുക ഉള്ളിലേക്ക് വലിച്ചെടുക്കേണ്ടി വന്നാൽ, അതായത് സ്മോക്കിങ്ങിന്റെ കണ്ടീഷൻ 2 തരത്തിലുണ്ട്. ആക്റ്റീവ് സ്മോക്കിങ്ങും പാസീവ് സ്മോക്കിങ്ങും. അത് ഒരാൾ ശരിക്കും സ്വന്തം തന്നെ സിഗരറ്റ് വലിക്കുന്നതിനാ പറയാ ആക്റ്റീവ് സ്മോക്കിങ്. പാസീവ് സ്മോക്കിങ് അവരെ അടുത്ത് ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ആ സിഗരറ്റ് വലിക്കുന്ന കടയുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ഇതൊന്നും ഉപയോഗിക്കാതെ ഒരാൾ ഈ പുക വലിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സിഗരറ്റ് വലിക്കുന്ന ആളെ കാട്ടി കൂടുതൽ ശ്വാസകോശ രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്.